അതുപോലെ തന്നെയാണ് വേറൊരു ന്യൂസും ഇതുപോലൊരു മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ന്യൂസാണ്. അതും ഇന്നലെ തന്നെ ഉണ്ടായ കോയമ്പത്തൂരിലെ വാഹനാപകടമാണ്. അതും ഒരു വാഹനാപകടം അല്ലേ? അതെ അതെ. രാവിലെ തന്നെ ഇങ്ങനെ ഒരു സങ്കടം തോന്നുന്ന വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം തന്നെ പോവും. ഇതിപ്പോൾ വാർത്തയല്ലേ, വായിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ന്യൂസുകൾ കാണുമ്പോൾ നമുക്കൊരു സങ്കടം, നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കും, ഇനി എന്താ വരാൻ പോവുക, നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങാൻ തന്നെ പേടിയാവും. അതെ, കാര്യം ഒരു മനുഷ്യൻ്റെ നമ്മുടെ കാര്യത്തിൽ പോലും ഒന്നിനും ആർക്കും ഒരു ഉറപ്പില്ലാത്ത രീതിക്കാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിലും ഓപ്പോസിറ്റ് വരുന്ന ആളുടെ ഭാഗത്തെ ഒരു മിസ്റ്റേക്ക് മതി അത് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇപ്പം എനിക്ക് തോന്നുന്നു 2 ദിവസം മുന്നേ ആണെങ്കിൽ വേറൊരു നിയമം വന്നിട്ടുണ്ടായിരുന്നു. ഇനി ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രൊബേഷൻ പീരീഡ് എന്ന രീതിയിൽ കൊടുത്തതിന് ശേഷം ഒരു 2-3 മാസത്തേക്ക് വാഹനമൊന്ന് ഓടിച്ച് റോഡിലേക്ക് ഇറങ്ങി ഓടിച്ചതിന് ശേഷം മാത്രമേ നിയമപരമായിട്ടുള്ള ഒരു ലൈസൻസ് കിട്ടൂ എന്നൊരു സാധനം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല നല്ല നിയമങ്ങൾ വരട്ടെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം വണ്ടി ഓടിക്കട്ടെ. ഇപ്പോൾ ലൈസൻസ് കിട്ടാൻ വളരെ ഈസിയാണ്. ലൈസൻസ് പീരീഡിൽ മാത്രം വാഹനം ഓടിച്ചിട്ട് അവർക്ക് ലൈസൻസ് കിട്ടും. പിന്നീട് ഒരു 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ വീണ്ടും റോഡിലേക്ക് ഇറങ്ങുക. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാക്കുക. ഒന്നും അറിയാത്തവരുടെ മുകളിലേക്ക് വണ്ടി കൊണ്ട് കയറ്റുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരട്ടെ അല്ലേ? അതെ. എന്തായാലും കോയമ്പത്തൂരിലെ വാഹന അപകടം നോക്കാം. അതിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 3 മലയാളികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതെന്താണ് ആ ഒരു ന്യൂസ്? വാളയാർ സേലം ദേശീയപാതയിൽ മധുരക്കര എൽ&ടി ബൈപ്പാസിൽ കാറിൽ ലോറി ഇടിച്ച് 2.5 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. പത്തനംതിട്ട ഇരവിപേരൂർ നെല്ലാട് കുറ്റിയിൽ വീട്ടിൽ ജേക്കബ് എബ്രഹാം 64 വയസ്സാണ്. ഭാര്യ ഷീബ ജേക്കബ് 55 വയസ്സാണ്. അലീനയുടെ മകൻ ആരോൺ, അത് 2.5 മാസമുള്ള കുട്ടിയുടെ പ്രായം, എന്നിവരാണ് മരിച്ചത്. അലീനയെ ഗുരുതര പരിക്കുകളോടെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു അപകടം. അലീനയ്ക്ക് നഴ്സിംഗ് സംബന്ധമായ പരീക്ഷ എഴുതാൻ ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു. ജേക്കബും കുടുംബവും പുലർച്ചെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ജേക്കബാണ് വണ്ടി ഓടിച്ചത്. 11 മണിയോടെയാണ് ബൈപ്പാസിൽ ബോഡിപ്പാളയം കവലയ്ക്ക് സമീപത്തെത്തിയപ്പോൾ എതിരെ വാളയാർ ഭാഗത്തേക്ക് വന്ന പാഴ്സൽ ലോറി ഇടിക്കുകയായിരുന്നു. എന്തായാലും മാതാപിതാക്കളെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു അവർക്ക്. അലീനയ്ക്ക് ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാര്യം പരീക്ഷ എഴുതുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെയും ദൃശ്യങ്ങളൊക്കെ എല്ലാവരും കണ്ടുകാണായിരിക്കും. പത്രങ്ങളിലും ഉണ്ട്. അതുപോലെ എല്ലാ പത്രങ്ങളിലും മെയിൻ ഹെഡിങ് ആയിട്ട് തന്നെ ഈ ഒരു അപകടം കൊടുത്തിട്ടുണ്ട്. ന്യൂസും അപ്പോൾ തന്നെ പോയിട്ടുണ്ടാകണം. എന്താ പറയല്ലേ, അത് രാവിലെ തന്നെ ദുരന്തങ്ങളാണ് മുഴുവൻ. നമ്മൾ പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപകടങ്ങളും ഓരോരുത്തരുടെ ജീവൻ പോകുന്നതും കുട്ടികളുടെ ആയിട്ടാണേലും മുതിർന്നവരുടെ ആയിട്ടാണേലും ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇത് കണ്ടപ്പോഴാണ് ഈ ഒരു പത്രത്തിൽ തന്നെ, ദീപികയുടെ പത്രത്തിൽ തന്നെ ഒരു കാർട്ടൂൺ രൂപത്തിൽ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാമെന്നാണ്. റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ കർശന നടപടി ഗതാഗത മന്ത്രി. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്, വാഹനം ഓടാതെ റോഡ് വളച്ചു കെട്ടി സമ്മേളനം നടത്തുന്ന കലാപരിപാടി പ്രോത്സാഹിപ്പിക്കാമോ എന്ന്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെ, CPM വേദിയുടെ കൊള്ളാം. റോഡിൽ പാർട്ടി വേദി നേതാക്കളെ എന്തിനു ഒഴിവാക്കി, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും നമുക്കിനി അടുത്ത ന്യൂസിലോട്ട് പോയി. ഈ ന്യൂസിനെ കുറിച്ചിട്ടൊന്നും എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. കാരണം എന്താ പറയുക, ഇതൊക്കെ അങ്ങനെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അധികൃതർ അതിൻ്റെതായ രീതിക്ക് ഈ എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടാവാൻ നേരത്ത് നടപടികളുമായിട്ട് വരാതെ അതിന് കൃത്യമായിട്ട് ഒരു നടപടി എടുക്കുക, വേണ്ട സമയത്ത് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ